പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഇന്നത്തെ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങൾ, അതായത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ വൃത്തത്തിൻ്റെ ചില പ്രത്യേകതകൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില പൊതുതത്വങ്ങൾ, ജനറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. വരക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഒരു സെക്ഷനാണ് പഠിക്കാനുള്ളത്. ഹെഡിങ് ഇതാണ്: വൃത്തവും ചതുർഭുജവും. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി സർക്കിൾ ആൻഡ് കോഡിലാറ്ററൽ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പുതിയ ടോപ്പിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എക്സാമിന് സാധാരണ ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൃത്തവും ചതുർഭുജവും. ആ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഇവിടെ ഏതൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് ആണ് പറയുന്നത്? വൃത്തവും പിന്നെന്താണ്, ഒരു ചതുർഭുജവുമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചതുർഭുജം എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജം എന്നാണ്. എന്താ വിളിക്കുക? ചക്രീയ ചതുർഭുജം. ഇംഗ്ലീഷിൽ അതിനെ സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയും. എന്താ പറയുക? സൈക്ലിക് കോഡിലാറ്ററൽ. ഞാൻ പറഞ്ഞു, ഇത് ഏതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധമാണ്, കണക്ഷനാണ്? വൃത്തവും ചതുർഭുജവും. സർക്കിൾ ആൻഡ് എന്താണ്, കോഡിലാറ്ററൽ. ഇവ തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറയുന്നത്. നോക്കുക, എന്താണ് ചക്രീയ ചതുർഭുജം എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും, അല്ലെ? ഒരു ചതുർഭുജത്തിന് 4 ശീർഷങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 4 മൂലകൾ ഉണ്ടാവും. ആ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അത്തരം ഒരു ചതുർഭുജത്തെ നമ്മൾ എന്താ വിളിക്കുക? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ? ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിലായി നമ്മൾ വരക്കുകയാണെങ്കിൽ ആ ചതുർഭുജത്തെ വിളിക്കുന്ന പേരാണെന്ത്? ചക്രീയ ചതുർഭുജം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി, എ കോഡിലാറ്ററൽ വിച്ച് ഹാസ് ഓൾ ഇറ്റ്സ് 4 വെർട്ടിസസ് ലൈങ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് അതിന് 4 വെർട്ടെക്സും വരക്കുകയാണെങ്കിൽ ദെൻ ദ കോഡിലാറ്ററൽ ഈസ് കോൾഡ് സൈക്ലിക് കോഡിലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ സൈക്ലിക് കോഡിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്താണെന്ന് പറഞ്ഞു. ഇനി ആ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കാം. എന്താണ് ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത? ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. എന്താ അനുപൂരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ഡിഗ്രി, അല്ലെ? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോഡിലാറ്ററൽ ആർ സപ്ലിമെന്ററി. ഒരു സൈക്ലിക് കോഡിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ ഒരു വൃത്തവും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ചതുർഭുജവും ഉണ്ട്, അല്ലെ? ഇതൊരു ചതുർഭുജമാണ്, കാരണം 4 വശങ്ങൾ അതിനുള്ളത്, അല്ലെ? എ ബി, ബി സി, സി ഡി, എ ഡി, അല്ലെ? 4. ഇത് ചക്രീയ ചതുർഭുജമാണോ? ആണ്. എന്തതിന് കാരണം? ഈ ചതുർഭുജത്തിന്റെ 4 മൂലകളും എവിടെയാണുള്ളത്? വൃത്തത്തിലാണ്. നോക്ക്, എ ബി സി ഡി. അപ്പൊ ഇത്തരം ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ചതുർഭുജം എന്താണ്? ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ എതിർകോണുകൾ 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് എ എന്ന് പറയുന്ന ഒരു കോൺ. ഇതിന്റെ എതിരെയുള്ള കോൺ ഇതല്ലേ? എയും സിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം: കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ ഇത് ഒരു ജോഡി. ഇനി ഇതുപോലെ ഇവിടെയും ഒരു ജോഡി ഉണ്ട്, ബിയും ഡിയും. നമ്മൾ എങ്ങനെ പറയാ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലേ? അപ്പം മനസ്സിലാക്കി വെക്കുക, ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി. എതിർ കോണുകൾ എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. ഇപ്പൊ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പൊ ഈ കോണ് ഞാൻ എക്സ് നിൽക്കുകയാണെങ്കിൽ ഈ കോണും നമ്മൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് എക്സ്, അല്ലേ? അതുപോലെ ഇവിടെ ഞാൻ ഈ കോൺ വൈ എന്നെടുത്താൽ ഈ കോൺ എന്താ ഉണ്ടാകുക? 180 മൈനസ് വൈ എന്നായിരിക്കും.
ആ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എതിർകോണുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേറൊരു കാര്യം കൂടി പറയാം. എതിർകോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ മനസ്സിലാക്കുക, എതിർകോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ അത്തരം ചതുർഭുജങ്ങളെല്ലാം എന്തായിരിക്കും? ചക്രീയമായിരിക്കും. അത്തരം കോഡിലാറ്ററൽസ് എല്ലാം എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് എപ്പോഴും സൈക്ലിക് കോഡിലാറ്ററൽ ആകുന്ന കോഡിലാറ്ററൽസ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും ചക്രീയ ചതുർഭുജങ്ങളാകുന്ന ചതുർഭുജങ്ങളാണ് ഏതൊക്കെ? ചതുരം അല്ലേ? എന്താ ചതുരത്തിന്റെ പ്രത്യേകത നോക്ക്. ചതുരത്തിന്റെ ഈ കോണും കൂടി കൂട്ടി എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. എതിർകോണുകൾ 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ചതുരം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ചക്രീയ ചതുർഭുജമായിരിക്കും. ചതുരത്തിന് റെക്റ്റാങ്കിൾ എന്ന് പറയും അല്ലേ? റെക്റ്റാങ്കിൾ. അതേപോലെ അടുത്തെന്താണ്? സമചതുരം. എന്താണ്? സ്ക്വയർ. അതുപോലെ അടുത്തെന്താണ്? സമപാർശ്വലംബകം, ഐസോസെലസ് ട്രപ്പീസിയം. ഇത് മൂന്നും എല്ലായ്പ്പോഴും എന്തായിരിക്കും? എല്ലായ്പ്പോഴും എന്തായിരിക്കും? ചക്രീയ ചതുർഭുജങ്ങളായിരിക്കും, സൈക്ലിക് കോഡിലാറ്ററൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം ഈ കാര്യത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ? എന്താണ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിലായി വരക്കുക. അത്തരം ഒരു ചതുർഭുജത്തെ വിളിക്കുന്ന പേരാണെന്ത്? ചക്രീയ ചതുർഭുജം, സൈക്ലിക് കോഡിലാറ്ററൽ. എന്താ അതിൻ്റെ പ്രത്യേകത? എന്തായിരിക്കും? അതിൻ്റെ എതിർകോണുകൾ അനുപൂരകം, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഈ കാര്യങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, നേരത്തെ നമ്മൾ ചക്രീയ ചതുർഭുജത്തിൽ എന്ത് പറഞ്ഞു? സമപാർശ്വലംബകങ്ങൾ അല്ലെ, ഐസോസെലസ് ട്രപ്പീസിയങ്ങളെല്ലാം ചക്രീയമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. ഐസോസെലസ് ട്രപ്പീസിയങ്ങളെല്ലാം എന്താണ്? സൈക്ലിക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താണ് സമപാർശ്വലംബകം? അപ്പോൾ നിങ്ങൾക്ക് ചതുരവും സമചതുരവും എല്ലാവർക്കും അറിയുന്നതാണ്. റെക്റ്റാങ്കിളും സ്ക്വയറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അറിയാത്ത ഒരാളായിരിക്കും എന്ത്? സമപാർശ്വലംബകം, ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഞാനൊന്ന് പറയാം, നന്നായി മനസ്സിലാക്കുക. എന്താ പറയുന്നത് നോക്ക്. ഇതാണൊരു സമപാർശ്വലംബകം, ഒരു ഐസോസെലസ് ട്രപ്പീസിയം. എന്താ ഇതിൻ്റെ പ്രത്യേകത നോക്ക്. 4 വശങ്ങളുണ്ടാവും അല്ലേ? അതൊരു ചതുർഭുജമാണ്, 4 വശങ്ങളുണ്ടാവും. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വശവും എന്തായിരിക്കും? സമാന്തരമായിരിക്കും, പാരലൽ ആയിരിക്കും. അതാണ് നമ്മുടെ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ആണ് നമ്മുടെ എഴുതിയിട്ടുള്ളത്. AB ആൻഡ് CD ആർ പാരലൽ. ഇങ്ങനെ എഴുതി എന്താ വായിക്കുക? പാരലൽ അല്ലേ? അല്ലെങ്കിൽ എന്താണ്? സമാന്തരം എന്ന് പറയും. ഈ 2 വശങ്ങൾ എന്താണ്? സമാന്തരമായിരിക്കും. അതുപോലെ ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും ഒരു ജോഡി എതിർവശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതാണ് 2ാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്. 3ാമത്തെ പോയിന്റായി പഠിക്കേണ്ടത്, ഈ 2 വശങ്ങളും തുല്യമായതുകൊണ്ട് തന്നെ ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ. ഇനി അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കോണ് ഞാൻ എക്സ് നിർത്തും അല്ല, ഈ കോണ് ഞാൻ എക്സ് നിർത്തും. അപ്പോൾ ഈ കോൺ എന്തെന്നെ ആയിരിക്കും? പറ, എക്സ് തന്നെ ആയിരിക്കും. കാരണം ഈ 2 കോണുകൾ തുല്യമാണ്. എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞ ഈ കോണ് നേരത്തെ കൂടെ പറഞ്ഞു. ഈ വശവും എന്താണ്? സമാന്തരമാണ്. ഈ 2 ലൈൻസ് എന്താണ്? പാരലലാണ്. അപ്പോൾ നോക്കുക, 2 ലൈന് പാരലൽ ആണെങ്കിൽ, ഈ ലൈൻസ് പാരലൽ ആണെങ്കിൽ ഞാൻ ഇതിലൂടെ ഒരു ലൈൻ എന്ത് വരച്ചു? ഇതിലൂടെ മുറിച്ചു പോകുന്ന മറ്റൊരു വര വരച്ചു, ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻ വരച്ചു. അങ്ങനെ വരച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ 2 കോണുകളുടെയും പ്രത്യേകത എന്തായിരിക്കും? നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ചതാണ്. ഈ 2 കോണുകളും കൂടി കൂട്ടി എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? 180 - x. അതുപോലെ ഈ വശവും സമാന്തരമായതുകൊണ്ട് ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? 180 - x ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് 4 കോണുകളും കിട്ടി. ഇനി നമുക്ക് ഇത് ചക്രീയമാണ്, നമുക്കറിയാം. നമുക്ക് എങ്ങനെ തെളിയിക്കാതെ നോക്ക്. ഈ കോണും കൂടി കൂട്ടി നോക്ക്. കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ ടു, കോൺ എ എത്രയാണ്? എക്സ് പ്ലസ് കോൺ സി എത്രയാണ്? 180 - x അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ സംഭവിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് പോയാൽ ബാക്കി എന്താണ്? 180 ഡിഗ്രി
കിട്ടിയ നോക്ക്, എതിർകോണുകൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടി? നമുക്ക് 180 ഡിഗ്രി കിട്ടി. ഇനി വേണമെങ്കിൽ അടുത്ത എതിർകോൺ കൂടി നോക്കാം. കോൺ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ടു, കോൺ ബി എത്രയാണ്? എക്സ് പ്ലസ് കോൺ ഡി എത്രയാണ്? അഗൈൻ 180 മൈനസ് എക്സ് സമം. അപ്പൊ ഈ മൈനസ് എക്സും ഈ പ്ലസ് എക്സും കട്ട് ചെയ്താൽ ബാക്കി 180 ഡിഗ്രി കിട്ടും. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ സമപാർശ്വലംബങ്ങളും എല്ലാ ഐസോസെൽസ് ട്രപ്പീസിയങ്ങളും എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ഈ ചക്രീയ ചതുർഭുജത്തിൽ നിന്നും കിട്ടിയ ഒരു കൺസെപ്റ്റാണ്. ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് പഠിച്ചിരുന്നു അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്തിൽ പഠിച്ചത് എന്തായിരുന്നു? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പഠിച്ചിരുന്നു. അതിൽ നിന്നും നമ്മളൊരു പ്രത്യേക നോട്ട് ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. 90 ഡിഗ്രി വെച്ചിട്ട് 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിൽ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിനുള്ളിൽ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത് അല്ലേ? ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ. അതുപോലെ നമുക്ക് ചക്രീയ ചതുർഭുജത്തിലും സൈക്ലിക് ക്വാഡ്രിലാറ്ററലും അതുപോലെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലും എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? അതുപോലെ ഒരു നോട്ട് ഉണ്ടാക്കാം. എന്താ പറയുന്നു നോക്ക്, നോട്ട് നോക്കുക, നന്നായി മനസ്സിലാക്കുക. ഇതൊരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം വരച്ചു. ആ ചതുർഭുജം ചക്രീയമാണ്, സൈക്ലിക് ആണ്. കാരണം ABCD എന്ന് പറയുന്ന അതിൻ്റെ 4 ശീർഷങ്ങളും 4 വെർട്ടിസസും എന്താണ്? സർക്കിളിലാണ്. അപ്പോൾ നമുക്ക് പറയാം അത് എന്താണ്? ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിലെ ഇപ്പോൾ നോക്ക്, 3 ശീർഷങ്ങൾ വൃത്തത്തിൽ ABC. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡിയുടെ സ്ഥാനം ഒന്ന് മുകളിലോട്ടും അതുപോലെ ഓക്കെ, അപ്പോൾ ഈ ഡിയുടെ സ്ഥാനം ഒന്ന് മുകളിലോട്ടും അതുപോലെ താഴോട്ടും ഞാൻ മാറ്റി. ഓക്കെ, നന്നായി മനസ്സിലാക്കുക. ഇവിടെയാണ് ഡി, അതിൻ്റെ സ്ഥാനം ഞാൻ മുകൾക്കും വരച്ചു നോക്കി, താഴേക്കും വരച്ചു നോക്കി. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാം? ഈ പറയുന്ന കോൺ ബിയും കോൺ ഡിയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? കോൺ ബിയും കോൺ ഡിയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി അതിന് പകരം ഡിയുടെ കോൺ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് പുറത്തേക്ക് മാറ്റിയാൽ അപ്പൊ എന്താ സംഭവിക്കുക? ഈ കോണും എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന കോണും ഈ ഇ എന്ന് പറയുന്ന കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തായിരിക്കും? 180 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അതുപോലെ ഈ കോണും ഈ ഉള്ളിലുള്ള കോണും കൂടി കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഈ 2 കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതവിടെ പറയുന്നത് ഓ കേന്ദ്രമായ വൃത്തം A,B,C എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു അല്ലെ? ഒരു വൃത്തം കടന്നു പോകുന്നു. ഏതൊക്കെ ബിന്ദുവിലൂടെയാണ്? ABC. ഈ 3 ബിന്ദു നമ്മൾ ആദ്യം എടുത്തു. ഇതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇനി പറയാം, അതായത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ എ സർക്കിൾ വിത്ത് സെന്റർ O പാസസ് ത്രൂ ദ പോയിന്റ്സ് A,B and C. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോണാണ് ഫോക്കസ് ചെയ്യുന്നത്. കോൺ ബി പ്ലസ് കോൺ ഡി. ഈ കോൺ ബിയും കോൺ ഡിയും കൂടി കൂട്ടി എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് എവിടെ ആയിരിക്കും? വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇത് 3 ഓൾറെഡി സർക്കിൾ തന്നെയാണ്. ഇനി ഈ കോണും ഈ കോൺ ഇയും കൂടിയും കൂട്ടിയാൽ കണ്ടോ, കോൺ ബി പ്ലസ് കോൺ ഇ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ചെയ്താൽ ലെസ് ദാൻ 180. എന്താ ലെസ് ദാൻ? ഇതെന്താ വായിക്കുക? ലെസ് ദാൻ, ചെറുതാണ്. 180 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കും? അത് കുറവായിരിക്കും. അങ്ങനെ കുറവായതുകൊണ്ട് ആ പോയിന്റ് എവിടെ ആയിരിക്കും? വൃത്തത്തിന് പുറത്തായിരിക്കും. വൃത്തത്തിന് എന്തായിരിക്കും? പുറത്തായിരിക്കും. ഇനി കോൺ ബി പ്ലസ് കോൺ എഫ്, ഈ 2 കോൺ, ഈ 2 കോൺ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ആയതിനാൽ ആ ബിന്ദു, ഏതാ ബിന്ദു? എഫ് എന്ന് പറയുന്ന ബിന്ദു എവിടെ ആയിരിക്കും? വൃത്തത്തിന് ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എക്സാമിന് ചോദിക്കൽ എന്താന്ന് വെച്ചാൽ ഒരു ചതുർഭുജം തരും, അതിന്റെ കോണളവുകൾ തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും 2 കോണളവ് കൂട്ടി 180 ഡിഗ്രി ആണ് കിട്ടണമെങ്കിൽ
എതിർകോണുകൾ 180 ഡിഗ്രിയാണ് കിട്ടണമെങ്കിൽ അതെന്തായിരിക്കും? വൃത്തത്തിലായിരിക്കും. 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് കിട്ടണമെങ്കിൽ എവിടെ ആയിരിക്കും? വൃത്തത്തിന് ഉള്ളിലും. 180 ഡിഗ്രിയേക്കാൾ കുറവാണ് കിട്ടുന്നത് എങ്കിൽ എവിടെ ആയിരിക്കും? വൃത്തത്തിന് പുറത്തുമായിരിക്കും അതിൻ്റെ സ്ഥാനം ഉണ്ടാവുക, അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ നോട്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. എല്ലാ ആളുകളും ഈ നോട്ട്സ് എഴുതി എടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് ചതുർഭുജം ABCDയിൽ കോൺ A സമം x ഡിഗ്രി, കോൺ B സമം 2x, കോൺ C സമം 4x, കോൺ D സമം 3x. In quadrilateral ABCD, angle A equal to x, angle B equal to 2x, angle C equal to 4x and angle D equal to 3x. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എക്സിന്റെ വില കാണുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ ബി, ഈ പറയുന്ന ചതുർഭുജം, ഈ പറയുന്ന കോഡിലാറ്ററൽ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മീഡിയത്തിനും വേണ്ടി ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാം? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ആംഗിൾസ് തന്നിട്ടുണ്ട്, കോണുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ആ കോണുകളൊക്കെ തന്നിട്ടുള്ള എന്തിലാണ്? എക്സിലാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കണ്ടെത്തണം? എക്സ് കണ്ടെത്തണം. ക്വസ്റ്റ്യൻ എ പറയുന്നത് അത് തന്നെയാണ്, എക്സ് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 4 കോണുകളും കൂടി കൂട്ടി എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രിയാണ്. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180. അതുപോലെയാണെങ്കിൽ ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 360 ആണ്. സം ഓഫ് angles of a triangle is 180 and sum of angles of a quadrilateral is 360 ആണ്. 360. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി പ്ലസ് കോൺ ഡി, ഈ 4 കോണുകളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഓരോ കോണുകൾ എടുത്ത് കൂട്ടുക. കോൺ എ എന്ന് പറഞ്ഞാൽ ഏതാ പറയും? എക്സ് പ്ലസ് 2x കോൺ ബി, കോൺ സി എത്രയാണ്? 4x, കോൺ ഡി എത്രയാണ്? 3x ഈക്വൽ ടു 360 ആയിരിക്കും അല്ലേ? അപ്പോൾ 1x 2x 2x കൂട്ടിയാൽ 3x 3x 4x കൂട്ടിയാൽ 7x 3x കൂടി കൂട്ടി എത്ര x ആണ്? 10x വരും. ദിസ് ഈസ് ഈക്വൽ ടു 360. അപ്പോൾ ഇത് എങ്ങനെ x കാണാം? x ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ, ഇവിടെ ഇൻറ്റു 10, ഇവിടെ പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇത് 0 കട്ട് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാകുക? 36. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 36 ആണ്. 36 ഡിഗ്രിയാണ് എക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. എക്സിന്റെ വില നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ചതുർഭുജം എന്താണെന്ന് തെളിയിക്കണം. നമ്മൾ ചക്രീയമാണെന്ന് തെളിയിക്കണം. എങ്ങനെ നമ്മൾ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക? നേരത്തെ പറഞ്ഞു. എന്താ ചക്രീയ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ സൈക്ലിക് കോഡിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണോ നോക്കിയാൽ മതി. അപ്പോൾ എതിർകോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ABCD എന്നാണ് പേര് തരുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ചതുർഭുജം ജസ്റ്റ് വരച്ചോ, പേരെടുക്കുകയാണ് ABCD. എന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? സി ആണ്. ബിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? ഡി ആണ്. ഇനിയിപ്പോ PQRS എന്നാണ് പേരെങ്കിൽ പിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? ആറും, ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? എസും. ഓക്കെ, ഇപ്പൊ ഈ ചിത്രം ഒന്ന് വരക്കാൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ABCD ആണെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് സിയും ബിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? ഡി ആണ് വരിക. ആ ഓർഡറിനനുസരിച്ച് നിങ്ങൾ നോക്കാം. അപ്പൊ ഇവിടെ എതിർകോണുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ABCD ആണ്. അപ്പൊ എയും സിയും കൂടി കൂട്ടണം. അപ്പൊ കോൺ എ പ്ലസ് കോൺ സി. കോൺ എ എത്ര നോക്ക്? കോൺ എ എത്ര ആയിരുന്നു? എക്സ്. അപ്പൊ എക്സ് പ്ലസ് കോൺ സി എത്ര നോക്ക്? 4x. അപ്പൊ എക്സ് പ്ലസ് 4x കൂട്ടിയ 5x ആണ്. എക്സിന്റെ വില നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ കൊടുക്കാം. അപ്പൊ 5 × 36 ഈക്വൽ ടു 180 എന്ന് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കാം. 5 × 36 ആണ് എത്രയാണ്? 180 ആണ്. അപ്പൊ അത് ഒരു ജോഡി എതിർ കോണുകൾ എന്താണ്? 180 ഡിഗ്രി. ഇവിടെ നിന്ന് നമുക്ക് ഇത് എഴുതാം. ഇനി വേറൊരു ജോഡിയും കൂടി ഉണ്ട്, അതുകൂടി വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അടുത്ത ജോഡി ഏതാണ്? കോൺ ബി അല്ലെ? കോൺ ബിക്ക് എതിരാരായിരിക്കും? ബിയും ഡി ആണ്. അപ്പൊ കോൺ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ആരാ? കോൺ ബി എന്ന് പറഞ്ഞാൽ നോക്ക് 2x, കോൺ ഡി എന്ന് പറഞ്ഞാൽ 3x. അപ്പൊ 2x പ്ലസ് 3x അതും ആഡ് ചെയ്താൽ 5x ആണ്. ദാറ്റ് ഈസ് 5 × 36 ഈക്വൽ ടു 180 ഡിഗ്രി.
ഉണ്ടോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore നമുക്ക് ഫൈനലായി ലാസ്റ്റ് ഞാൻ എൻ്റെ ലാസ്റ്റ് എഴുതേണ്ട വാചകങ്ങൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ എഴുതുന്നുണ്ട്. എന്താ ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതിൽ? എതിർ കോണുകൾ എന്താണ് പറയും? എതിർ കോണുകൾ എന്ത് കിട്ടിയാൽ നമുക്ക്? എതിർ കോണുകൾ അനുപൂരകമാണ്. ശരിയല്ലേ? എതിർ കോണുകൾ അനുപൂരകമാണ്. therefore ABCD എന്താണ്? ചക്രീയ ചതുർഭുജമാണ് എന്ന് എഴുതാം. ABCD എന്താണ്? ചക്രീയ ചതുർഭുജമാണ് എന്ന് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇനി അത് ഇംഗ്ലീഷ് മീഡിയം എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താ കിട്ടിയ നമുക്ക്? സപ്ലിമെന്ററി എന്ന് നിങ്ങൾ ഫൈനൽ ചെയ്യണം. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. സൈക്ലിക് കോഡിലാറ്ററൽ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ ലാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായി മനസ്സിലാക്കുക, വളരെ എളുപ്പമാണ്. എങ്ങനെ ചെയ്ത് നമ്മൾ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്തത്? ആദ്യം നമ്മൾ എക്സിൻ്റെ വില കണ്ടെത്തി, അപ്പം നമുക്ക് കോണുകൾ കിട്ടും. ഇനി എന്ത് ചെയ്തു? എതിർ കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കി, അങ്ങനെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോഡിലാറ്ററലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. PQRS എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമുണ്ട്. അതിൻ്റെ കോണുകൾ തന്നിട്ടുള്ളത് കോൺ P സമം 3x, കോൺ Q സമം y, കോൺ R സമം x, കോൺ S സമം 5y. ഞാൻ ഇംഗ്ലീഷോടെ എഴുതിയിട്ടുണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ എ ചോദിക്കുകയാണ്, ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകളുടെ തുക എന്ത്? വാട്ട് ഈസ് ദ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ കോഡിലാറ്ററൽ? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്. സൈക്ലിക് കോഡിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? ക്വസ്റ്റ്യൻ ബി ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞ ഈ 4 കോണുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ ഈ ചോദ്യവും ഇതിന്റെ മുന്നേ ചെയ്ത ചോദ്യം നമ്മളെ വ്യത്യാസം എന്താ? നേരത്തെ ചോദ്യത്തിൽ നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്? ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം. എന്നിട്ടും നമ്മൾ എന്തിലേക്ക് തെളിയിച്ചു? ചക്രീയ ചതുർഭുജത്തിലേക്ക് തെളിയിച്ചു. ഇവിടെ പറയുന്നത് ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടോ? എന്ന ചക്രീയ ചതുർഭുജത്തിലെ ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. ആൻസർ ക്വസ്റ്റ്യൻ എ എല്ലാവർക്കും എളുപ്പമാണ്. എന്താ ക്വസ്റ്റ്യൻ എ ചോദിക്കുന്നത്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ഒരു സൈക്ലിക് കോഡിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്ര ആയിരിക്കും? 180 അല്ലേ? ചതുർഭുജത്തിലെ എതിർ കോണുകളുടെ തുക എന്ന് പറഞ്ഞത് 180. അപ്പോൾ എന്റെ ആൻസർ 180 ഡിഗ്രി മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതുമാ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബി എന്താ? ക്വസ്റ്റ്യൻ ബി പറയുന്നത് ഈ 4 ആംഗിൾസും ഈ 4 കോണുകളും നിങ്ങൾ കാണണം. നിങ്ങൾക്കറിയാം ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ഇതൊരു ചക്രീയ ചതുർഭുജമായതുകൊണ്ട് തന്നെ, ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എതിർ കോണുകൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 4 കോണുകളും കൂടി കൂട്ടിയാണ് 360 വെച്ചാണ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ കോണളവുകൾ ഉള്ളത് എക്സിലും വൈയിലുമാണ്. നേരത്തെ അങ്ങനെ, നേരത്തെ കംപ്ലീറ്റ് എക്സിലായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആഡ് ചെയ്താൽ 360 വെച്ചാണ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്ന കാര്യം ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ കോൺ P പ്ലസ് കോൺ PQRS എന്നാണ് അല്ലേ? PQRS. അപ്പോൾ പിയുടെ എതിർകോണം ആരായിരിക്കും? പിയുടെ എതിർകോണം ആരായിരിക്കും? പി എന്ന് പറയുന്ന കോണിന്റെ എതിർകോണ് കോൺ R ആയിരിക്കും. സോ കോൺ R ഈക്വൽ ടു കോൺ P പ്ലസ് കോൺ R ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. കാരണം ക്വസ്റ്റ്യൻ ഇത് ചക്രീയ ചതുർഭുജമാണെന്ന് തന്നിട്ടുണ്ട്, സൈക്ലിക് കോഡിലാറ്ററൽ തന്നിട്ടുണ്ട്. കോൺ P എത്ര പറയാം? കോൺ P എന്ന് പറഞ്ഞാൽ 3x ആണ്. സോ 3x പ്ലസ് കോൺ R എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? 180. 3x പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4x ഈക്വൽ ടു 180. സോ x ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 4 എന്ന് വരും അല്ലേ? 180 ഡിവൈഡ് ബൈ 4 എത്ര? 180 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര? ആലോചിച്ച് നോക്കും. 4x ഈക്വൽ ടു 180 എന്നൊന്നും, x ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 4. 180 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ആണ്. വീണ്ടും ഹാഫ് എടുത്താൽ 45 എന്ന് വരും. സോ ആൻസർ 45. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊക്കെ കോണ് കാണാം? എക്സുമായി കണക്ട് ചെയ്യുന്ന 2 കോണുകളാണുള്ളത്, കോൺ പിയും കോൺ ആറും. അത് രണ്ടും നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആൻസർ നമ്മുടെ എഴുതുന്നുണ്ട്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ, നോക്കുക.
ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് ദർഫോർ നമുക്ക് പറയാം കോൺ പി ഈക്വൽ ടു, കോൺ പി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു എടുത്തിരുന്നത്? കോൺ പി എന്ന് പറഞ്ഞാൽ 3x ആണ്. സോ 3x പറയുമ്പോൾ 3 × 45, 3 45 എന്ന് പറഞ്ഞാൽ 45 45 90, 90 45 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി എന്ന് വരും. എത്ര ഡിഗ്രിയാണ്? കോൺ പി എത്ര വരിക? 135. അതിനോട് കൂടെ തന്നെ ഏത് കോണും കിട്ടും നമുക്ക്? കോൺ ആറും കിട്ടും. കോൺ ആർ എത്രയാണ്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. അപ്പോൾ കോൺ ആറും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഏത് കാണണം? കോൺ ക്യൂവും കോൺ എസും. നമുക്കറിയാം നേരത്തെ ചെയ്തതുപോലെ കോൺ ക്യൂ പ്ലസ് കോൺ എസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? അത് 180 ഡിഗ്രി ആയിരിക്കും. കാരണം പി ക്യു ആർ എസ് എന്ന് പറയുന്ന ചതുർഭുജം ചക്രീയമാണ്. പി ക്യു ആർ എസ് എന്ന് പറയുന്ന കോർഡിലേറ്റർ സൈക്ലിക് ആണ്. കോൺ ക്യൂ എത്ര പറ? കോൺ ക്യൂ എന്ന് പറഞ്ഞാൽ y. സോ y പ്ലസ് കോൺ എസ് എത്രയാണ്? 5y ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് വരും? 180 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന് ബാക്കി ഭാഗം ചെയ്യുമ്പോൾ എന്ത് വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? y പ്ലസ് 5y എന്ന് പറഞ്ഞാൽ 6y ഈക്വൽ ടു 180. സോ y ഈക്വൽ ടു എന്ത് വരും? 180 ഡിവൈഡ് ബൈ 6. 180 ഡിവൈഡ് ബൈ 6 ആകുമ്പോൾ 18 എത്ര? 6 × 3 ആണ്. സോ ആൻസർ 30 ഡിഗ്രി എന്ന് വരും. അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടി. ഇനി ആ വൈ വെച്ച് നമുക്ക് ഏതൊക്കെ കാണാം? കോൺ എസും കാണാം, കോൺ ക്യൂവും കാണാം. ദർഫോർ കോൺ ക്യൂ എത്ര ഉണ്ടാവും പറയും? കോൺ ക്യൂ എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഇനി കോൺ എസ് എന്താണ്? കോൺ എസ് എങ്ങനെ കാണാം? കോൺ എസ് എന്ന് പറഞ്ഞാൽ 5y എന്നാണ്. 5y എന്ന് പറയുമ്പോൾ 5 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എല്ലാ കോണും കിട്ടി. കോൺ പി എത്രയാണ്? 135, കോൺ ആർ 45, കോൺ ക്യൂ 30 ഡിഗ്രി, കോൺ എസ് 150 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് 4 കോണുകളും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു ചതുർഭുജമുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈ ചതുർഭുജം ABC എന്താണ്? ഒരു ലംബകമാണ്, ഒരു ട്രപ്പീസിയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇത് ട്രപ്പീസി എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. അതിനോട് കൂടെ കോൺ എ സമം എക്സ് അല്ലെ, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എക്സ് തന്നിട്ടുണ്ട്. എന്നിങ്ങോട്ട് ചോദിക്കുകയാണ് കോൺ ഡി എന്ത്? ഈ കോണ് കാണണം, കോൺ ബി കാണണം. പിന്നെ ചോദിക്കുന്നത് AD എന്ന് പറയുന്ന വശവും BC എന്ന് പറയുന്ന വശവും തുല്യമാണോ, ഈക്വൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്കറിയാം ഇതൊരു ലംബകമാണ്. പക്ഷെ ഇത് എന്ത് ലംബകമായിരിക്കും? ഇതൊരു സമപാർശ്വ ലംബകമായിരിക്കും. ഇതൊരു ഐസോസെലസ് ട്രപ്പീസി ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു ചക്രീയ ചതുർഭുജമാണോ? ആണ്. എന്താ കാരണം? ഇതിൻ്റെ 4 മൂലകളും വൃത്തത്തിലാണ്, 4 വെർട്ടെക്സുകളും എവിടെയാണ്? ഓൺ ദ സർക്കിളാണ്. അപ്പോൾ ഇത് വെറും ലംബകമല്ല. എന്ത് ലംബകമാണ്? സമപാർശ്വ ലംബകമാണ്. ഇത് വെറും ട്രപ്പീസി അല്ല. എന്ത് ട്രപ്പീസിയാണ്? ഐസോസെലസ് ട്രപ്പീസിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോന്നിൻ്റെയും ആൻസർ എഴുതാൻ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ഡി കാണാനാണ്. ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എത്ര ഉണ്ടാകുക? നിങ്ങൾക്കറിയാം ലംബകം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഈ വശവും ഈ വശവും എന്തായിരിക്കും? സമാന്തരമായിരിക്കും, പാരലൽ ആയിരിക്കും. ആയതിനാൽ ഈ കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ കോൺ എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ കോൺ ഡി സമം 180 - എക്സ്. അത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഒരു പോയിന്റ് ഈ ഒരു സമപാർശ്വ ലംബകം ഐസോസെലസ് ട്രപ്പീസിയം ഞങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 - എക്സ് ആയിരിക്കും. ഇനി കോൺ ബി എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞാൽ കോൺ ബി ആണ്. കോൺ ബി നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്നെങ്കിൽ ഇത് 180 - എക്സ് ആണെങ്കിൽ അതിൻ്റെ ഈ കോൺ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ 2 കൂടി കൂട്ടുമ്പോൾ 180 വരിക. ഒന്നെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ കോണും തുല്യമായിരിക്കും. നേരത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സമപാർശ്വ ലംബകത്തിൽ ഐസോസെലസ് ട്രപ്പീസിയത്തിൽ ഇവിടെ എത്രയാണോ കോണളവ് വരുന്നത് അതേ കോണളവായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ഇത് എക്സ് ആയതുകൊണ്ട് കോൺ ബി എന്തായിരിക്കും? എക്സ്. അതും കിട്ടിക്കഴിഞ്ഞു. എളുപ്പല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ എന്താ? AD ഈ സൈഡും ഈ 2 വശങ്ങൾ തുല്യമാണോ? തുല്യമാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം AD ഈക്വൽ ടു എന്ത് എഴുതാം? നമുക്ക് BC. AD ഈക്വൽ ടു BC. എന്തതിന് കാരണം എന്താണ്? കാരണം ഇങ്ങനെ എഴുതാം ABCD എന്താണ്? ഒരു എന്ത് ലംബകമാണ്? സമപാർശ്വ ലംബകമായതിനാൽ എന്ന് എഴുതാം. അതാണ് അതിൻ്റെ കാരണം. ഇംഗ്ലീഷ് മീഡിയം എഴുതാണെങ്കിൽ സിൻസ് എന്താണ്? ABCD is a
ഈസ് ആൻ ഐസോസിലസ് എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാരണം. വ്യക്തമാണല്ലോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് സാധാരണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് സാധാരണയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനാണ് ഇത് ചോദിക്കുക. ആംഗിൾസ് കാണാനാണ്, കോണുകൾ കാണാൻ. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മളത് കോണുകൾ കാണുന്ന രീതി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച, നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഒരു സർക്കിളിൽ ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. പിന്നെ അതിനോട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുക. എന്താ ഇവിടെ ഉള്ളത്? ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ ABCD എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമുണ്ട്. അതിൻ്റെ വികരണങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിൻ്റെ ഡയഗണൽസ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ഏതാനും ഒരു 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സാധാരണ 5 എണ്ണമാണ് ചോദിക്കുക, 5 മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഇവിടെ ഞാൻ 6 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഈ കോണുകളൊക്കെ കണ്ടെത്താൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഈ കോൺ ഓരോന്നും ഇങ്ങനെ വായിച്ചു നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ എത്ര കോണാന്നുള്ളത്? 1, 2, 3 കോണുള്ളൂ. ശരിക്കും ഇവിടെ എത്ര കോണുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് കൂട്ടുന്നില്ല. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2, 4, 6, 8 കോണ്. 8 കോണ് ശരിക്കുണ്ട്. ആ 8 കോണിൽ ആകെ എത്ര കോൺ അവർ തന്നിട്ടുള്ളവർ? 3 കോൺ അവർ തന്നിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി 5 കോണും കൂടി അങ്ങോട്ട് കണ്ടുവെക്കുക. ഈ ഒരു തന്ന കോണളവ് വെച്ചിട്ട് ബാക്കി ഇതും ഈ 2 കോണും ഇവിടുത്തെ കോണും കണ്ടുവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവർ ചോദിച്ചതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം നിങ്ങളിതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ ആളുകളും ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായി എഴുതുക. ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ക്യൂ നിട്ടിട്ട് ഈ ഫിഗർ വരക്കുക, അതിൻ്റെ താഴെ ഇത് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഇതിന് ആൻസർ ചെയ്യാൻ പോകണം. അപ്പം ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു ഫിഗറും കൂടി വരക്കണം. ഇതേ ഒരു ഫിഗർ വീണ്ടും നിങ്ങൾ വരക്കണം. ക്വസ്റ്റ്യൻ വേറെ, ആൻസർ വേറെ, നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഓരോ കോണുകളും കണ്ടെത്തണം. ഇത് ഞാൻ അവിടെ നിൽക്കട്ടെ. ഇത് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കിയിട്ട് അത് എഴുതാം. വളരെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാ, നിങ്ങളുടെ 2 കൈ വെച്ചിട്ട് തുടങ്ങുക. അതാ ഇവിടെ വെക്കുക. അതാണ് AB എന്ന് പറയുന്ന ഒരു ചാപം ഉണ്ടോ? A മുതൽ B വരെ. നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ നിന്നും ഏതൊക്കെ കോണുകൾ ഇതിൻ്റെ മറുചാപത്തിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കുക. ആദ്യം ABയും തുടങ്ങാം. ABയും തുടങ്ങുമ്പോൾ ഒരു കോണ് വരണമെങ്കിൽ നോക്ക്. ഇതാ ഈ 30 ഡിഗ്രി ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ കൈ വെച്ചതാ ഇങ്ങനെ പോയി നോക്കുക. അപ്പോൾ ഇവിടെയും ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോണും തുല്യമായിരിക്കും. ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഇതാ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നോക്കുക, എയിൽ നിന്നും ബിയിൽ നിന്നും കോണ് ഫോം ചെയ്തിട്ടുള്ള 2 കോണുകളെ ഫോം ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇതാണ്, അതേപോലെ അടുത്ത് ഇതെങ്ങനെ വരുന്ന ഇതും. അപ്പോൾ അത് രണ്ടും തുല്യം. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്തപ്പോൾ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച ആൾക്കാർ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാതെ ഇങ്ങനെ വെക്കുക. ഇത് ഈ ചാപ് എടുക്കുക, B മുതൽ C വരെയുള്ള പാർട്ട് എടുക്കുക. എന്നിട്ട് നോക്കുക, ഇതാ ഇവിടേക്ക് ഇങ്ങനെ ഒരു കോണ്, അതേപോലെ ഇവിടേക്ക് താഴേക്കും. അപ്പോൾ ഈ കോണും തുല്യമായിരിക്കും. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 35 ഡിഗ്രി. കണ്ടോ? അവിടെയും കിട്ടി. B മുതൽ C വരെ വെച്ച് കഴിഞ്ഞ് മുകളിൽ കൊണ്ടുപോയി വെക്കുക, CD വെക്കുക. CD വെച്ചാൽ എന്താ പ്രശ്നം അറിയോ? സീലിംഗ് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു കോൺ ഇവിടെ, അതുപോലെ ഒരു കോൺ ഇവിടെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ 2 കോണിൽ ഒരു കോൺ നമുക്കറിയില്ല. പക്ഷെ ഈ 2 കോൺ എന്താണ്? തുല്യമാണ് നമുക്കറിയാം. നോക്ക് എന്താ കാരണം? നേരത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ? ഫസ്റ്റ് തീയതി എന്തായിരുന്നു? AB വെച്ചിട്ട് ഈ കോൺ നമുക്കറിയാം, ഈ കോൺ നമ്മൾ കണ്ടെത്തി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കോണോ തന്നിട്ടില്ല. അത് തന്നിരുന്നെങ്കിൽ നമുക്ക് അത് എഴുതാമായിരുന്നു. പക്ഷെ അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കാര്യമില്ല. ഇനി അടുത്ത് തീർക്കുക AD. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു ചാപം അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഒരു ചാപം? അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. ഇതൊക്കെ ഈ ചാപം അതിൻ്റെ മറുചാപത്തിൽ, ഈ ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മുടെ അടുത്ത് AD വരും. AD വന്നിട്ട് നോക്കുക. AD നോക്കുമ്പോൾ ഒരു കോൺ ഇതാണ്, ഇത് ഈ കോൺ.
അടുത്ത കോൺ ഏതാ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോൺ. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എന്താണ്? 50 ഡിഗ്രി. കണ്ടോ? ഇപ്പം എത്ര കോൺ കിട്ടി നമുക്ക്? 2, 4, 5, 6. ഇനി 2 കൂടി കിട്ടിയാൽ മതി. അതിന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇത് 50ഉം 30ഉം കൂട്ടി എത്രയാണ്? 80. ഇത് ടോട്ടൽ എത്രയാണ് വരിക? നമുക്ക് അറിയാം 80 ആണ് അല്ലേ? ടോട്ടൽ 80 ആണ് അല്ലേ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകളുടെ തുക 180 ആണ്. അപ്പം ഇത് 80 ആണെങ്കിൽ ഇവിടെ ബാക്കി ഇത് കംപ്ലീറ്റ് എന്തായിരിക്കും? ഈ കോൺ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് 100 ഡിഗ്രി ആണ്. കാരണം ഇത് 80 ഡിഗ്രി, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 80 ഡിഗ്രി ആണ്. അപ്പോൾ ബാക്കി ഇതൊരു ചക്രീയ ചതുർഭുജം, ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആയതുകൊണ്ട് ബാക്കി ഇവിടെ എത്ര ഉണ്ടാകുന്നത്? 100 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആണ് 100 ഡിഗ്രി. അപ്പോൾ 35 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 65 ഡിഗ്രി അല്ലേ? ഇത് 65 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന കോണും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 65 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അതെന്താ കാരണം? നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ചാപ് എടുക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന 2 കോണുകളാണ്. ഒന്ന് ഇതും അതുപോലെ ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ ഇത് 65 ആണെങ്കിൽ ഇവിടുത്തെ കോണും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 65 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഈ കംപ്ലീറ്റ് 8 കോണുകളും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 2 കിട്ടി, ഇവിടെ 2 കിട്ടി, ഇവിടെ 2 കിട്ടി, ഇവിടെയും 2 കിട്ടി. അങ്ങനെ 8 കോണുകൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവർ ചോദിച്ച ഓരോ ചോദ്യത്തിനും ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എന്താ ഒന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കി? കോൺ എ സി ബി. കോൺ എ സി ബി എന്ന് പറയുമ്പോൾ ഏതാണ്? എ സി ബി. ഈ കോണാണ്. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? നമുക്ക് എഴുതാം 30 ഡിഗ്രി. ഉണ്ടോ? എ സി ബി. ഇനി അടുത്തതാ എ സി ഡി. എ സി ഡി എന്ന് പറയുമ്പോൾ എത്ര? നോക്ക്, ഫിഗർ നോക്കി പറയും. എത്ര എ സി ഡി എന്ന് പറഞ്ഞാൽ? എ സി ഡി. ഈ കോണാണ്. എത്ര ഡിഗ്രിയാണത്? 50 ഡിഗ്രി. ഇനി അടുത്ത കോൺ ഏതാ? ബി ഡി സി. ബി ഡി സി. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി. എ ഡി സി എന്ന് പറയുമ്പോൾ എ ഡി സി ഈ 2 കോണിൻ്റെയും തുകയാണ്. എ ഡി സി വലിയ കോണാണ് വെച്ച്. അപ്പോൾ അത് 30 + 35 എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി. ഇനി അടുത്ത കോൺ ഏതാ? എ ബി സി പറയുമ്പോൾ ഏതാ? എ ബി സി ഈ വലിയ കോൺ. അപ്പോൾ 50ഉം 65ഉം 50 + 65 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര? 115 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ഏതാ നോക്ക്? ഡി എ സി. ഡി എ സി ഈ കോൺ. ഈ കോൺ മാത്രമാണ് ഡി എ സി. അപ്പോൾ ഡി എ സി. അപ്പോൾ ഈ കോൺ പറയുമ്പോൾ ഡി എ സി പറയുമ്പോൾ 65 ഡിഗ്രി ഉള്ളൂ. അപ്പോൾ 65 ഡിഗ്രി. കണ്ടോ? അപ്പോൾ നമുക്കങ്ങനെ 6 കോണളവുകളും സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? ക്വസ്റ്റ്യൻ വേറെ എഴുതണം, അതിന് ആൻസർ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? അവർ തന്ന ഈ ഫിഗർ വീണ്ടും വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യം, ഒരു ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ഓരോ ചാപം എടുക്കുക. ഏതൊക്കെ ചാപങ്ങൾക്ക് ഉണ്ട്? ആദ്യം എ ബി എടുക്കണം, പിന്നെ എടുക്കണം ബി സി, പിന്നെ സി ഡി, പിന്നെ ഏതാണ്? ഡി എ. അങ്ങനെ ഓരോന്നെടുത്തിട്ട് ഈ 8 കോണുകളും കണ്ടെത്തുക. എന്നിട്ട് അവർ ചോദിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ചക്രീയ ചതുർഭുജം എടുത്ത സമയത്ത് അവസാനത്തിലൊരു നോട്ട് പറഞ്ഞു തന്നിരുന്നു അല്ലേ? 180 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിലാകുന്ന കേസ്, 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിനുള്ളിലും 180 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്താകുന്ന ആ ഒരു കേസ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തേണ്ടത്. എന്താ ക്വസ്റ്റ്യൻ പറയും നോക്ക്? ക്വസ്റ്റ്യൻ എന്താ പറയും നോക്കുക? ചതുർഭുജം എ ബി സി ഡിയിൽ കോൺ എ സമം 75, കോൺ ബി സമം 110, കോൺ സി സമം 85. ഇവിടെ ഒരു കോൺ തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. ഇൻ കോഡിലാറ്ററൽ എ ബി സി ഡി ആംഗിൾ എ 75, ആംഗിൾ ബി 110 ആൻഡ് ആംഗിൾ സി 85 ഡിഗ്രി. ക്വസ്റ്റ്യൻ എ ചോദിക്കാണ് ആംഗിൾ ഡി എത്രയാണ്. സിമ്പിളാണ്, നമുക്ക് എങ്ങനെ ആൻസർ കണ്ടെത്തുന്നതിൻ്റെ? ആംഗിൾ ആൻസർ പറയുമ്പോൾ ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എ ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ 360 ആണ് ടോട്ടൽ. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ തന്ന ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? ആംഗിൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ കേട്ടോ, ക്വസ്റ്റ്യൻ എ ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ 3 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നാലാമത്തെ കിട്ടണമെങ്കിൽ ഇതിന് 4 ആംഗിൾ ആഡ് ചെയ്താൽ 360 ആണ്. സോ 360 മൈനസ് ഈ 3 ആംഗിൾ ആഡ് ചെയ്യുക. ഏതൊക്കെയാണ്? 75 പ്ലസ് 110 പ്ലസ് 85 ആഡ് ചെയ്യുക. സോ ആംഗിൾ ഡി ഈക്വൽ ടു 360 മൈനസ് ഇത് ആഡ് ചെയ്താൽ
75ഉം 85ഉം ആഡ് ചെയ്താൽ 160 എന്ന് കിട്ടും, 160 എന്ന് കിട്ടും. 160ഉം 110 ആഡ് ചെയ്താൽ 270 എന്ന് കിട്ടും, 270. അപ്പോൾ ആംഗിൾ ഡി ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി ക്വസ്റ്റ്യൻ ബി നന്നായി ശ്രദ്ധിക്കുക. എന്താ ക്വസ്റ്റ്യൻ ബി? ക്വസ്റ്റ്യൻ ബിയും സിയും ഒരുപോലെ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോഡിലാറ്റർ വിചാരിക്കും. അപ്പൊ ഇതാണ് ആ കോഡിലാറ്റർ വിചാരിച്ചോ, എ ബി സി ഡി. ഈ കോഡിലാറ്ററിൽ എ ബി സി, ഏതാ എ ബി സി പറഞ്ഞാൽ എ ബി സി, ഈ 3 പോയിന്റിലൂടെ ഞാനൊരു സർക്കിൾ വരച്ചു. ഈ 3 പോയിന്റിലൂടെ ഒരു സർക്കിൾ ഞാൻ വരച്ചു. അങ്ങനെ വരക്കുകയാണെങ്കിൽ, ഒരു വൃത്തം വരക്കുകയാണെങ്കിൽ ഡിയുടെ സ്ഥാനം, എ ബി സിയിലൂടെ സർക്കിൾ പോകുന്നുണ്ട് ഉറപ്പാണ്. ഏതിൻ്റെ സ്ഥാനം കണ്ടെത്തണം? നമ്മൾ ഡിയുടെ സ്ഥാനം കണ്ടെത്തണം. അങ്ങനെ നമ്മൾ സ്ഥാനം കണ്ടെത്തുക. ഡിയുടെ സ്ഥാനം കാണാൻ ഡിയുടെ എതിരെയുള്ള കോണം ഏതാ നോക്കുക. ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ബി ആണ്. ഈ 2 കോണും കൂടി ആഡ് ചെയ്യാം. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി എന്നാണ് കിട്ടണമെങ്കിൽ, 180 ഡിഗ്രി എന്നാണ് കിട്ടണമെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? സർക്കിളിലായിരിക്കും, വൃത്തത്തിലായിരിക്കും. 180നേക്കാൾ കുറവാണ് കിട്ടണമെങ്കിൽ, ലെസ് ദാൻ 180 ആണ് കിട്ടണമെങ്കിൽ വൃത്തത്തിന് പുറത്തും, ഗ്രേറ്റർ ദാൻ 180നേക്കാൾ കൂടുതലാണ് കിട്ടണമെങ്കിൽ വൃത്തത്തിന് ഉള്ളിലായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ ആൻസർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ബി ആണ്, നോക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ബി, ബീൻ്റെ ആൻസർ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ആംഗിൾ കാണുന്നത്? ഡിയുടെ സ്ഥാനം കാണാം. അപ്പോൾ ഡിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ബി ആണ്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഇവിടെ വരച്ചുതരാം. ഓക്കെ, ഇതാണ് കോഡിലാറ്റർ വിചാരിച്ചോ. ഓക്കെ, ഇതാണ് ആ കോഡിലാറ്റർ ആയിരിക്കുക, എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഡിയുടെ സ്ഥാനം കാണണമെങ്കിൽ ഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു, ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബി നമുക്കറിയാം എത്രയാണ്? 110 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ ഡി നേരത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ അത് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി നോക്ക്? 200 ആണ്. 200 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 200 ഡിഗ്രി പറഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലേ? അല്ലേ? 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് 200 ഡിഗ്രി. അപ്പൊ അതുകൊണ്ട് therefore ആ ബിന്ദു എവിടെ ആയിരിക്കും? ഡി എന്ന ബിന്ദു എവിടെ ആയിരിക്കും? വൃത്തത്തിന് ഉള്ളിലായിരിക്കും. വൃത്തത്തിനുള്ളിലായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ? ആ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സീന്റെ സ്ഥാനം കാണാനാണ്. ഏതിന്റെ സ്ഥാനം കാണാൻ അടുത്ത് ചോദിക്കുന്നത്? സീൻ്റെ. ഓക്കെ, സീന്റെ സ്ഥാനം കാണാമെന്ന് പറയുമ്പോൾ നന്നായി മനസ്സിലാക്കുക, ശ്രദ്ധിക്കട്ടോ. സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സീന്റെ സ്ഥാനം കാണാനാണ്. അപ്പൊ ആ സർക്കിൾ ഏതിലൂടെ ഒക്കെ പോവും? എയിലൂടെ പോവും, ഡിയിലൂടെ പോവും, ബിയിലൂടെ പോവും. ഏതിന്റെ സ്ഥാനം കാണേണ്ടത്? നിങ്ങൾക്ക് സീൻ്റെ ആണ്. സീൻ്റെതാണ് കാണേണ്ടതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുത്ത് കൂട്ടി നോക്കാം. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ഏത് പോയിന്റിന്റെ സ്ഥാനമാണോ കാണേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കാം. അതിൽ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ആംഗിൾ എ എത്ര ആയിരുന്നു? 75 ഡിഗ്രി പ്ലസ് ആംഗിൾ സി എത്ര ആയിരുന്നു? ആംഗിൾ സി 85. അപ്പൊ 75 85 ആഡ് ചെയ്താൽ 160 ആണ്. 70 പ്ലസ് 80 ആണ് 150, 155 160 വിച്ച് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയേക്കാൾ കുറവാണ് 160 പറഞ്ഞാൽ. therefore ആ സി എന്ന് പറയുന്ന ബിന്ദു എവിടെ ആയിരിക്കും? വൃത്തത്തിന് എവിടെ ആയിരിക്കും? വൃത്തത്തിന് പുറത്തായിരിക്കും അല്ലെ? 180 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ സി എവിടെ ആയിരിക്കും? ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടെത്തി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ തന്ന കാര്യം ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ആൻസേഴ്സ് പറയുകയാണെങ്കിൽ 3 ആംഗിൾ തന്നു. അപ്പോൾ 4ാമത്തെ ആംഗിൾ ചോദിക്കുമ്പോൾ, 4ാമത്തെ കോൺ ചോദിക്കുമ്പോൾ 360 തന്ന ആംഗിൾസ് കുറക്കുക. ആ ആംഗിൾ കിട്ടി. എന്നിട്ട് ഓരോന്നിന് സ്ഥാനം കണ്ടെത്തുക. പറയുമ്പോൾ അതിലുള്ള ആംഗിളും അതിൻ്റെ എതിരെയുള്ള കോണളവ് കൂടി നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിൽ ഓൺ ദ സർക്കിൾ, കൂട്ടുമ്പോൾ 180നേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിനുള്ളിൽ അല്ലേ? കൂട്ടുന്ന സമയത്ത് 180 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത്. ഈ കൺസെപ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത്. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല, ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി ഏതാനും ചോദ്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് തെളിയിക്കുന്ന ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കാണുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.